നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തള്ളി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാറിനടിയിൽപ്പെട്ട് 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കാറടുക്ക വെള്ളികയിലെ ഹരിദാസിന്റെയും ശ്രീവിദ്യയുടെയും മകൾ ഹൃദ്യനന്ദയാണ് മരിച്ചത്. മംഗളൂരു ബണ്ട്വാളിലെ പിക്കപ്പ് ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. 6 പ്രതികളെ കൂടി ഇനി പിടികൂടാനുണ്ട്. കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായ പി ബാലകൃഷ്ണൻ നായരെയും കണ്ണൂർ അഡീഷണൽ പോലീസ് മേധാവികളായ KV വേണുഗോപാലിനെയും MP വിനോദിനെയും ക്രൈംബ്രാഞ്ച് SP-മാരായി നിയമിച്ചു. ഒരേ സമയം ഒരു ജില്ലക്കാർ 3 പേർ SP-മാരാകുന്നത് ഇതാദ്യം. ഉറൂസിന്റെ പ്രചരണ ബോർഡ് തകർത്ത കേസിൽ പ്രതികളെ പോലീസ് വീട് വളഞ്ഞു പിടികൂടി. പച്ചമ്പള നഗറിലെ ഫായിസ്, അടുക്ക വീരനഗറിലെ അബ്ദുൾ ഷെരീഫ് എന്നിവരാണ് പിടിയിലായത്. അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട പഴയ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാത്തത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് ആരോപണം. BMS ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണവും പുസ്തക വിതരണവും ജൂൺ 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പ്രകൃതി സൗഹൃദ കൃഷിരീതി കർഷകർക്ക് പകർന്നേകുന്ന പ്രായോഗിക യന്ത്രവൽക്കരണ പരിശീലന പരിപാടിക്ക് തുടക്കമിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിസ്ഥിതി ദിനാഘോഷം. വാർത്തകൾ വിശദമായി. തള്ളി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാറിനടിയിൽപ്പെട്ട് 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കാറടുക്ക വെള്ളികയിലെ ഹരിദാസിന്റെയും ശ്രീവിദ്യയുടെയും മകൾ ഹൃദ്യനന്ദയാണ് മരിച്ചത്. തള്ളി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാറിനടിയിൽപ്പെട്ടാണ് 1.5 വയസ്സു മാത്രം പ്രായമുള്ള ഹൃദ്യനന്ദ മരണപ്പെട്ടത്. കാറടുക്ക വെള്ളികയിലെ ഹരിദാസിന്റെയും ശ്രീവിദ്യയുടെയും മകൾ ഹൃദ്യനന്ദയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു അപകടം. ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഹരിദാസും കുടുംബവും. മുള്ളേരിയ ബദിയടുക്ക റോഡിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഇവരുടെ വീട്. പ്രധാന റോഡ് കടന്ന് കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ റോഡിൽ മഴവെള്ളം പോകാനുണ്ടാക്കിയ മൺതിട്ടയിൽ തട്ടി കാർ ഓഫാവുകയും കുറേ നേരം ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാവാത്തതിനാൽ ഭാര്യയോടും മക്കളോടും വീട്ടിലേക്ക് നടക്കാൻ പറഞ്ഞ ശേഷം ഹരിദാസ് കാറിൽ നിന്നിറങ്ങി തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ മുന്നോട്ടു നീങ്ങിയ കാർ റോഡിനരികിലെ ഭിത്തിയിലിടിച്ച് ഹൃദ്യനന്ദയുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. ഹൃദ്യനന്ദയുടെ സഹോദരി ദേവനന്ദ നിസാര പരിക്കുകളോടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാടിനെ നടുക്കിയ അപകടം ഉൾക്കൊള്ളാനാവാതെ തേങ്ങുകയാണ് കുടുംബവും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു ബണ്ട്വാളിലെ പിക്കപ്പ് ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. 6 പ്രതികളെ കൂടി ഇനി പിടികൂടാനുണ്ട്. ബണ്ട്വാളിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ അബ്ദുൾ റഹ്മാനെ വെട്ടിക്കൊന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ശൃംഗേരിയിലെ ബെട്ടകര നിവാസിയായ രവി സഞ്ജയ് എന്നയാളെയാണ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. ജൂൺ 4-നാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ബണ്ട്വാൾ ശിവജി നഗർ സ്വദേശികളായ പൃഥ്വിരാജ്, ചിന്തൻ, ബണ്ട്വാൾ കുരിയാല സ്വദേശി ദീപക്, ബടകബെള്ളൂരു സ്വദേശി തേജക്ഷ, രവിരാജ്, തെങ്കബെള്ളൂരുവിലെ അബിൻ റായ്, സുമത് ആചാര്യ എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായത്. കഴിഞ്ഞ മെയ് 27 വൈകിട്ടാണ് കൊലട്ട മജലു സ്വദേശി അബ്ദുൾ റഹ്മാനെ ഇരക്കൊടിയിൽ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊന്നത്. റഹ്മാനും സഹായിയായ ബലന്ദർ ഷാഫിയും പിക്കപ്പ് വാനിൽ നിന്ന് മണൽ ഇറക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. വെട്ടേറ്റ ഷാഫി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളെ കണ്ടെത്തുന്നതിനായി ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് ബണ്ട്വാൾ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കീഴിൽ 5 സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായ പി ബാലകൃഷ്ണൻ നായരെയും കണ്ണൂർ അഡീഷണൽ പോലീസ് മേധാവികളായ KV വേണുഗോപാലിനെയും MP വിനോദിനെയും ക്രൈംബ്രാഞ്ച് SP-മാരായി നിയമിച്ചു. ഒരേ സമയം ഒരു ജില്ലക്കാർ 3 പേർ SP-മാരാകുന്നത് ഇതാദ്യം. കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായ പി ബാലകൃഷ്ണൻ നായരെയും കണ്ണൂർ അഡീഷണൽ പോലീസ് മേധാവികളായ KV വേണുഗോപാലിനെയും MP വിനോദിനെയും ക്രൈംബ്രാഞ്ച് SP-മാരായി നിയമിച്ചു. വേണുഗോപാലിനെ കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന
ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായും ബാലകൃഷ്ണൻ നായരെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായും വിനോദിനെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മേധാവിയുമായാണ് നിയമിച്ചത്. 3 പേരും കാസർഗോഡ് ജില്ലക്കാരാണ്. ബാലകൃഷ്ണൻ നായർ പാലക്കുന്ന് സ്വദേശിയും വേണുഗോപാൽ ചീമേനി സ്വദേശിയും വിനോദ് ബളാൽ സ്വദേശിയുമാണ്. കേസുകളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് മൂവരും. ഒരേ സമയം ഒരേ ജില്ലക്കാർ 3 SP-മാരാകുന്നത് ഇതാദ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉറൂസിന്റെ പ്രചരണ ബോർഡ് തകർത്ത കേസിൽ പ്രതികളെ പോലീസ് വീട് വളഞ്ഞ് പിടികൂടി. പച്ചമ്പള നഗറിലെ ഫായിസ്, അടുക്ക വീരനഗറിലെ അബ്ദുൾ ഷെരീഫ് എന്നിവരാണ് പിടിയിലായത്. ഉറൂസിന്റെ പ്രചരണ ബോർഡ് തകർത്ത കേസിൽ പ്രതികളെ പോലീസ് വീട് വളഞ്ഞു പിടികൂടി. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെ തന്ത്രപരമായ നീക്കത്തിലൂടെ കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു. പച്ചമ്പള നഗറിലെ ഫായിസ്, അടുക്ക വീരനഗറിലെ അബ്ദുൾ ഷെരീഫ് എന്നിവരാണ് പിടിയിലായത്. പച്ചമ്പള്ളത്ത് സ്ഥാപിച്ച ഒളയം മഖാം ഉറൂസിന്റെ ബോർഡാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ മെയ് 1 പോലീസ് കേസെടുത്തതോടെ പ്രതികൾ മുങ്ങി. ഫായിസ് ആയിരുന്നു ഫ്ലക്സ് കീറിയത്. ഇതുവഴി നാട്ടിൽ ലഹളയുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സമയത്ത് ഷെഫീഖ് മുംബൈയിലായിരുന്നു. ഫായിസിനെ മുംബൈയിലേക്ക് വരാൻ പറഞ്ഞ് ഇവിടെ ഒളിവിൽ പാർപ്പിച്ചതിനാണ് ഷെഫീഖിനെ അറസ്റ്റ് ചെയ്തത്. നാട്ടിൽ പ്രശ്നമില്ലെന്നറിഞ്ഞ് ഇന്നലെ തിരിച്ചെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. വ്യാഴാഴ്ച തിരിച്ചെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. ന്യൂസ് ബ്യൂറോ, കുമ്പള. അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട പഴയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാത്തത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് ആരോപണം. BMS ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പഴയ ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്ത ബസ്സുകൾക്ക് തുറന്നുകൊടുക്കാതെ പൊതുജനങ്ങളെയും മോട്ടോർ തൊഴിലാളികളെയും വ്യാപാരികളെയും ദുരിതത്തിൽ ആക്കുകയും വാഹനങ്ങൾ മണിക്കൂറുകളോളം നിർത്തിയിടേണ്ട സാഹചര്യവും ഉണ്ടാക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. കൂടാതെ ബസ് സ്റ്റാൻഡിന് അനുബന്ധ റോഡായ ശ്രീകൃഷ്ണ മന്ദിർ റോഡും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇത് നഗരസഭയുടെ കെടുകാര്യസ്ഥത എന്നാരോപിച്ചാണ് ഭാരതീയ മസ്ദൂർ സംഘ് ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം നടത്തിയത്. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഇനിയും നടത്തിയില്ലെങ്കിൽ നഗരസഭ സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനെതിരെയും ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും BMS ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി പറഞ്ഞു. BMS സംസ്ഥാന സമിതി അംഗം VB സത്യനാഥ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ബസ്സുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എവിടെ പാർക്ക് ചെയ്യണമെന്ന് അറിയാതെ ബസ് തൊഴിലാളികൾ നെട്ടോട്ടം ഓടുന്ന ഒരു സംവിധാനം. ഒരു ഓട്ടോറിക്ഷയുമായി ടൗണിൽ വന്നു കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷയിൽ കയറുന്ന തൊഴിലാളികളെ ഇറക്കാൻ പോലും സൗകര്യമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ഓട്ടോ തൊഴിലാളികൾ. ഇവിടെ ബസ് സ്റ്റാൻഡിലെത്തുന്ന സാധാരണ ജനങ്ങൾ, മലയോര മേഖലകളിലേക്ക് എത്തുന്ന സാധാരണ ജനങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഏതിലാണ് ബസ്സിൽ കയറേണ്ടത്, എവിടെയാണ് ബസ് നിൽക്കേണ്ടത് എന്ന് പോലും അറിയാതെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് ബസ് എങ്ങോട്ട് പോകണം, ഏത് റൂട്ടിലേക്ക് ബസ് പോകുന്നവർ പോലും ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. BMS ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ ഉപാധ്യക്ഷൻ ഭരതൻ കല്യാൺ റോഡ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽ വാഴക്കോട്, പ്രദീപ് കേളോത്ത്, മടിക്കൈ മേഖലാ പ്രസിഡന്റ് മണി വാഴക്കോട് എന്നിവർ സംസാരിച്ചു. പുതിയകോട്ടയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സുധീഷ് മുത്തപ്പൻതറ, സുനിൽ ശിവജി നഗർ, ഗിരീഷ് കാട്ടുകുളങ്ങര, ബാലകൃഷ്ണൻ സൂര്യോദയം, കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര, രാകേഷ് തങ്കമണി പുതിയകണ്ഠം, വാസന്തി പുതിയകണ്ഠം, മനോജ് കല്യാണം, ഗോപാലകൃഷ്ണൻ, ശാന്തി ചെമ്മട്ടംവയൽ എന്നിവർ നേതൃത്വം നൽകി. കുഞ്ഞികൃഷ്ണൻ പുലൂർ സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണവും പുസ്തക വിതരണവും ജൂൺ 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണ നിലനിർത്താൻ കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരവും സ്നേഹാദരവും അനുസ്മരണവും 10 നടക്കും. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്.
സംസ്ഥാന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നടത്തും. വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയും MLA-യുമായ ഡോക്ടർ MK മുനീർ, മുൻ മന്ത്രിയും കൊല്ലം പാർലമെന്റ് അംഗവുമായ NK പ്രേമചന്ദ്രൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങും. M. രാജഗോപാലൻ MLA, AKM അഷ്റഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ, മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ മുജീബ് മെട്രോ എന്നിവരാണ് ഈ ആദര സമർപ്പണം നടത്തുന്നത്. ഈ അവാർഡ് ജേതാക്കളെ ഡോക്ടർ ഖാദർ മാങ്ങാടും ആദരിക്കപ്പെടുന്ന വ്യക്തികളെ ഡയറക്ടർ A. ഹമീദാജിയുമാണ് ആ സമ്മേളനത്തിൽ പരിചയപ്പെടുത്തുക. ആദരവ് ഈ നമ്മുടെ പോയ അരനൂറ്റാണ്ടിലേറെ കാലമായി കാഞ്ഞങ്ങാട്ടെ സർവ്വതല സ്പർശിയായ രംഗങ്ങളിലൊക്കെ വളരെ മികവുറ്റ പ്രവർത്തനം നടത്തുന്ന അഡ്വക്കേറ്റ് TK സുധാകരൻ വക്കീലിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ കാഞ്ഞങ്ങാട്ടെ മാധ്യമ പ്രവർത്തകരോട് പറയേണ്ടതില്ല. അതുപോലെ PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, അധ്യാപകനായും നമ്മുടെ നാട്ടിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകന്മാരിൽ ഒരാളായും ഒക്കെ കുറേ കാലം നമ്മുടെ നാടിനെ സേവിച്ച അബ്ദുറഹ്മാൻ മാസ്റ്റർ, അതുപോലെ വളരെ സാധാരണ നിലയിൽ നിന്ന് ഉയർന്നു വന്ന് വലിയ വ്യവസായ സംരംഭങ്ങളൊക്കെ പടുത്തുയർത്തിയ തൊട്ടി സാലി ഹാജി, കാഞ്ഞങ്ങാടിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒട്ടേറെ സംഭാവനകൾ അല്ലെങ്കിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൂക്കൾ ബാലകൃഷ്ണൻ, വയോജന സഭയ്ക്ക് വേണ്ടി വൃദ്ധജനങ്ങളുടെ അവരുടെ എല്ലാ താല്പര്യങ്ങളും നിലനിർത്താൻ അക്ഷീണം പ്രവർത്തിക്കുന്ന K. സുകുമാര മാസ്റ്റർ, അതോടൊപ്പം പുത്തൂർ മുഹമ്മദ് കുഞ്ഞാജി, പാലാട്ട് ഇബ്രാഹിം ഹാജി എന്നിവരെയാണ് ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുന്നത്. 25,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു എന്നിവർ മെട്രോ അനുസ്മരണം നടത്തും. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ E. ചന്ദ്രശേഖരൻ, LA നെല്ലിക്കുന്ന, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M. രാജഗോപാലൻ, AKM അഷ്റഫ്, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുജീബ് മെട്രോ എന്നിവർ ആദര സമർപ്പണം നടത്തും. ആദരം ഏറ്റുവാങ്ങുന്നവരെ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ A. ഹമീദ് ഹാജി പരിചയപ്പെടുത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ സൊസൈറ്റി മുഖ്യ രക്ഷാധികാരി പാലക്കി C. കുഞ്ഞാമത് ഹാജി, ചെയർമാൻ T. അബൂബക്കർ ഹാജി, കൺവീനർ T. റംസാൻ, കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി, ഡയറക്ടർമാരായ A. ഹമീദ് ഹാജി, MK ലത്തീഫ്, AK മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രകൃതി സൗഹൃദ കൃഷിരീതി കർഷകർക്ക് പകർന്നേകുന്ന പ്രായോഗിക യന്ത്രവൽക്കരണ പരിശീലന പരിപാടിക്ക് തുടക്കമിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിസ്ഥിതി ദിനാഘോഷം. യന്ത്രത്തിൽ ഞാറുനടിയിൽ നടത്തി പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സൗഹൃദ നെൽകൃഷിയിലും കാർഷിക യന്ത്രവൽക്കരണത്തിലും വിവിധ കർഷകരെ സജ്ജമാക്കുന്ന ദൗത്യം പദ്ധതിയുടെ ഭാഗമായാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നത്. ഞാറ്റടി മുതൽ കൊയ്ത്ത് വരെ കൃഷി സമയത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായാണ് പ്രായോഗിക യന്ത്രവൽകൃത പരിശീലനം നടത്തുന്നത്. ഈ വർഷം കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കർഷകരെയാണ് പരിശീലിപ്പിക്കുക. യന്ത്രത്തിൽ ഞാറുനടിയിൽ നടത്തിയും വൃക്ഷത്തൈ നട്ടും കേന്ദ്രത്തിലെ പരിസ്ഥിതി ദിനാഘോഷം പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഉദ്ദേശങ്ങൾ, ഇതിൻ്റെ കാഴ്ചപ്പാടുകൾ, എങ്ങനെയാണ് സമൂഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെയാണ് സമൂഹത്തിലേക്ക് പുതിയ അറിവുകൾ, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുക, ഈ വലിയ യജ്ഞമാണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്രം നിർവഹിച്ചു വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുക. സിദ്ധാന്തം പറയുകയല്ല, പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ശാസ്ത്രീയ കേന്ദ്രമാണിത്. ചമയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T. വനജ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് പഞ്ചായത്ത് അംഗം P. അജിത, ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AV മീര മഞ്ജുഷ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് M. ഗീത,
കരുവള്ളൂർ കൃഷി ഓഫീസർ നമിത രഘുനാഥ് എന്നിവർ സംസാരിച്ചു. വിവിധ പരിശീലന പരിപാടികളെക്കുറിച്ച് ഡോക്ടർ പാർവതി ശശിധരൻ, ആവേശ് കുമാർ സിംഗ് എന്നിവർ വിശദീകരിച്ചു. തുടർന്ന് പുതിയ കാലം പുതിയ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ക്ലാസ് എടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംസ്ഥാനത്തെ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുകയും ആധുനിക മേഖലകളിൽ തൊഴിൽ സജ്ജരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രങ്ങൾക്ക് ജില്ലയിലെ 14 വിദ്യാലയങ്ങളിൽ തുടക്കം കുറിച്ചു. മാറിയ കാലത്തിന് നിർമ്മിത ബുദ്ധി ഡിവൈസ് ഇൻസ്റ്റലേഷൻ മുതൽ ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ വരെ 29 ആധുനിക കോഴ്സുകളാണ് പരിശീലിപ്പിക്കുന്നത്. പൈലറ്റ് പദ്ധതിയായി ജില്ലയിൽ കുഞ്ചത്തൂർ GVHSS നൈപുണ്യ വികസന കേന്ദ്രം കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു. 25 പേരടങ്ങുന്ന 2 ബാച്ചിനായിരുന്നു പ്രവേശനം. പഠനം സൗജന്യമാണ്. പദ്ധതി വൻ വിജയമായതോടെ ജില്ലയിലാകെ ഈ വർഷം 14 വിദ്യാലയങ്ങളിലാണ് നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ തുറന്നത്. ഓരോ കേന്ദ്രത്തിലും പരിശീലനത്തിനും ഉപകരണങ്ങൾക്കുമായി 21.50 ലക്ഷം രൂപ അനുവദിച്ചു. 2025-26 വർഷത്തെ ജില്ലയിലെ 14 കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ പൂർത്തിയാക്കി. ജില്ലയിലെ 700 കുട്ടികൾക്കാണ് പ്രവേശനം ലഭിച്ചിട്ടുള്ളത്. 3 കോഴ്സുകൾക്ക് +2 ബാക്കിയുള്ളവയ്ക്ക് 10ാം ക്ലാസ്സുമാണ് യോഗ്യത. കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദേശീയ സർക്കാർ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റും നൽകും. മൂല്യനിർണ്ണയത്തിന്റെയും സർട്ടിഫിക്കേഷന്റെയും ചുമതല പൊതുവിദ്യാഭ്യാസ വകുപ്പ് VHSC പരീക്ഷാ വിഭാഗത്തിനാണ്. 23 വയസ്സാണ് പ്രായപരിധി. സർക്കാർ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, VHSC സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിൽ 15 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ, അവർ SSLC പഠിച്ചവരാകാം, ഡിഗ്രി പഠിച്ചവരാകാം, അല്ലെങ്കിൽ +2 പഠിച്ചവരാകാം, VHSC പഠിച്ചവരാകാം. അത്തരം കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ നൈപുണ്യം നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കോഴ്സ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഏറ്റവും അധികം ഉപകാരപ്രദമാകുന്ന ഒരു കോഴ്സാണ് എന്നത് യാതൊരു സംശയമില്ല. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSK കാസർഗോഡ് DPC VS ബിജുരാജ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. ചന്ദ്രമതി, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K. ഷീജ, VHSC പ്രിൻസിപ്പൽ VK രാജേഷ്, സ്കിൽ കോർഡിനേറ്റർ P. നിഹിത, VV സുബ്രഹ്മണ്യൻ, AV GG, പ്രധാനാധ്യാപിക EK ബൈജ, PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, T. മധുസൂദനൻ, K. അശോകൻ, AG റസീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുഞ്ഞിളം കൈകളിൽ കുഞ്ഞിളം തൈകൾ. പരിസ്ഥിതി ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ച് മേലാങ്കോട്ട് കണ്ണൻ നായർ സ്കൂൾ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ കുഞ്ഞിളം കൈകളിൽ കുഞ്ഞിളം തൈകൾ എന്ന വ്യത്യസ്ത പരിപാടിയുമായി പഠനത്തോടൊപ്പം മറ്റ് മേഖലയിലും മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് വൃക്ഷത്തൈകൾ എത്തിക്കുകയും അത് കുട്ടികളും ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ആളുകൾ, അധ്യാപകർ എന്നിവർ ചേർന്ന് വിദ്യാലയ അങ്കണത്തിൽ വെച്ചുപിടിപ്പിക്കുകയും അത് കൃത്യമായി പരിപാലിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ വ്യത്യസ്ത പരിപാടിയാണ് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തിൽ നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഭാഗമായി ACKNS GUPS മേലാങ്കോട്ടിലെ കുട്ടികൾ ഇന്ന് സർക്കാർ ആഹ്വാനം ചെയ്ത കുഞ്ഞളം കൈകളിൽ കുഞ്ഞിത്തൈകളുമായി സ്കൂളിലെത്തിയിരിക്കുകയാണ്. അവരുടെ സംഭാവനയായിട്ടുള്ള തൈകളാണ് ഇന്നിവിടെ നട്ടുപിടിപ്പിക്കുന്നത്. അവരോരോരുത്തരും 1ാം ക്ലാസ്സിലെത്തിയിട്ടുള്ള കുട്ടി 7ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും എന്തായാലും ഈ ഫലവൃക്ഷ തൈകൾ ഫലം തരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരുടെ സ്വന്തം തൈകളായതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കുമെന്നുള്ളതും നമുക്ക് വിശ്വാസമാണ്. പരിസ്ഥിതി എന്നുള്ളത് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒന്നാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ വർഷം കുട്ടികളെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ളത്.
PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി ചെയർമാൻ P അപ്പുക്കുട്ടൻ, മദർ PTA പ്രസിഡന്റ് K മഞ്ജു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് K പ്രസേനൻ, പരിസ്ഥിതി ക്ലബ് കൺവീനർ SS സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി പഞ്ചായത്തിന്റെ പച്ചത്തുരുത്തിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വാർഡ് മെമ്പർ സുപ്രിയ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പനത്തടി പഞ്ചായത്തിന്റെ പച്ചത്തുരുത്തിൽ മരം നട്ടുകൊണ്ടാണ് വാർഡ് മെമ്പർ സുപ്രിയ ശിവദാസ് ലോക പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം, ഇന്ന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായി ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് നമ്മളിന്ന് ആഘോഷിക്കുമ്പോഴും ഓരോ വ്യക്തികളും ഓരോ തൈ നട്ട് പരിപാലിച്ച് അവരുടെ ജീവിതത്തിന് മുന്നോടിയായി തന്നെ അതിനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വന്ന് നാടിന്, അതും പ്രകൃതിക്ക് നല്ല മനോഹരമാകുന്ന രീതിയിൽ നമ്മളതിനെ പരിപാലിച്ച് കൊണ്ടുവരേണ്ട ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ നമുക്കൊരു പച്ചത്തുരുത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്യുന്നുണ്ട്. 3 സെന്റ് സ്ഥലത്താണ് വിവിധ തൈകൾ നട്ടത്. ചാമുണ്ടിക്കുന്ന് ഓട്ടമല 4-ാം വാർഡിലായിരുന്നു പരിപാടി. തൊഴിലുറപ്പ് തൊഴിലാളികളും വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ബാലൻ, കമലഹാസൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പനത്തടി. അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ഒക്കെ ആരാധിച്ച ഒരു സംസ്കാരമായിരുന്നു ഭാരതത്തിന്റെ. ഭാരതം അങ്ങനെയാണ് തലമുറകളോളം കടന്നു വന്നത്. പിന്നീടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതും ദേവതാ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാവുന്നതും ദേവസങ്കല്പത്തിലേക്ക് പോകുന്നതും ചെയ്തു. നിങ്ങൾ നോക്കൂ, പ്രകൃതിയെ ആരാധിച്ചിരുന്ന നമ്മൾ മരങ്ങൾ വെട്ടിമാറ്റി കാടുകൾ വെട്ടിത്തെളിച്ച് നമ്മൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയാണ്. ആ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആധുനികമായ സംവിധാനങ്ങൾ ഒരുക്കി നഗരവൽക്കരിക്കുന്ന രീതിയിലേക്ക് ക്ഷേത്രങ്ങൾ മാറുകയാണ്. അങ്ങനെയല്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. ഇപ്പോൾ കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു വനാന്തരത്തിനകത്ത് ഉള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ. ബാബു കോട്ടപ്പാറ ചെടി ഏറ്റുവാങ്ങി. ചടങ്ങിൽ തറവാട്ടംഗങ്ങളായ അനിൽകുമാർ, ഹരീഷ് കൂടാതെ കുഞ്ഞിരാമൻ കുറ്റ്യാട്ട്, ഭരതൻ കണ്ടത്തിൽ നന്ദു രതീഷ്, രതീശൻ, മോഹനൻ, PK വത്സല, വിജയൻ, രാധിക മോഹൻദാസ്, സ്വപ്ന കുമാരൻ, സാവിത്രി, ശോഭ, രമണി, സജിത മധുരക്കാട്, രാധിക, കൃഷ്ണമണി, ഗോപാലൻ, കൃപാഭരതൻ എന്നിവർ സംസാരിച്ചു. കൃപാഭരതൻ സ്വാഗതവും രമേശൻ പുതിയകണ്ഠം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തള്ളി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാറിനടിയിൽപ്പെട്ട് 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കാറടുക്ക വെള്ളികയിലെ ഹരിദാസിന്റെയും ശ്രീവിദ്യയുടെയും മകൾ ഹൃദ്യനന്ദയാണ് മരിച്ചത്. മംഗളൂരു ബണ്ട്വാളിലെ പിക്കപ്പ് ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. 6 പ്രതികളെ കൂടി ഇനി പിടികൂടാനുണ്ട്. കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായ P ബാലകൃഷ്ണൻ നായരെയും കണ്ണൂർ അഡീഷണൽ പോലീസ് മേധാവികളായ KV വേണുഗോപാലിനെയും MP വിനോദിനെയും ക്രൈംബ്രാഞ്ച് SP-മാരായി നിയമിച്ചു. ഒരേ സമയം ഒരു ജില്ലക്കാർ 3 പേർ SP-മാരാകുന്നത് ഇതാദ്യം. ഉറൂസിന്റെ പ്രചരണ ബോർഡ് തകർത്ത കേസിൽ പ്രതികളെ പോലീസ് വീട് വളഞ്ഞു പിടികൂടി. പച്ചമ്പള നഗറിലെ ഫായിസ്, അടുക്ക വീരനഗറിലെ അബ്ദുൾ ഷെരീഫ് എന്നിവരാണ് പിടിയിലായത്. അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട പഴയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാത്തത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് ആരോപണം. BMS ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണവും പുസ്തക വിതരണവും ജൂൺ 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പ്രകൃതി സൗഹൃദ കൃഷിരീതി കർഷകർക്ക് പകർന്നേകുന്ന പ്രായോഗിക യന്ത്രവൽക്കരണ പരിശീലന പരിപാടിക്ക് തുടക്കമിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിസ്ഥിതി ദിനാഘോഷം. വാർത്തകൾ അവസാനിക്കുന്നു.
നമസ്കാരം.